നിക്കീസ് കഫേയുടെ മറ്റൊരു വീഡിയോ ബ്ലോഗിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മളിപ്പോൾ കണ്ണൂരിലാണുള്ളത്. കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോസ് ഫോർട്ടിലാണുള്ളത്. അപ്പോൾ നാട്ടിലേക്ക് ഒരു വണ്ടി എന്ന പ്രോഗ്രാമിന് ചെന്നൈയിൽ നിന്നുള്ള നമ്മുടെ കൂട്ടുകാരെല്ലാം എത്തിയിട്ടുണ്ട്. അവരോടൊപ്പമാണ് നമ്മൾ ഈ ഫോർട്ടിലെത്തിയിരിക്കുന്നത്. ഈ ഫോർട്ട് ഏകദേശം 1505 പോർച്ചുഗീസുകാരാണ് നിർമ്മിച്ചത്. അതിനുശേഷം 1663 ഡച്ചുകാർ പിടിച്ചെടുത്ത് പിന്നീട് ഇത് ബ്രിട്ടീഷുകാരുടെ കയ്യിലാവുകയാണ് ചെയ്തത്. അപ്പോൾ വ്യാപാരത്തിൻ്റെയും പിന്നീട് അതോടൊപ്പം തന്നെ ബ്രിട്ടീഷുകാരൊക്കെ വന്നപ്പോൾ സൈനിക തന്ത്രങ്ങളുടെയും പിന്നെ കപ്പൽ താവളമൊക്കെ ആക്കി മാറ്റി ഒരു കപ്പൽച്ചാലുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കപ്പൽ പാതകളൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള ഒരു ചരിത്ര പ്രധാനമായൊരു സ്മാരകമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. അതായത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു കോട്ടയാണ്. ഇന്നൊരു കോട്ടയല്ല, എന്താണ് പറയുക, കോട്ട പോലെയാണ്. വെറുമൊരു കെട്ടിടമല്ല, ഇതൊരു ചരിത്ര സ്മാരകം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് എന്താണ് പറയുക, കുട്ടികളോടൊപ്പമൊക്കെ നമ്മളിവിടെ വന്ന് സഞ്ചരിച്ച് ചരിത്ര സ്മൃതികളൊക്കെ കാണുന്ന സമയത്ത് ഇത് അറബിക്കടലിനോട് ചേർന്നാണ് നിൽക്കുന്നത്. അറബിക്കടലിനെ ഫേസ് ചെയ്താണ് നിൽക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ എന്താണ് ചരിത്ര സ്മാരകങ്ങൾ, പ്രകൃതി എല്ലാം ഇഴകി ചേർന്ന ഒരു മനുഷ്യനെ കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ, അത് വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ്. അത്ര മനോഹരമാണ് ഇവിടുത്തെ ഒരു പ്ലേസും. പിന്നീട് നമ്മളിവിടെ വന്നപ്പം കുട്ടികളെ ഈ സ്ഥലങ്ങളെല്ലാം പരിചയപ്പെടുത്തുക, അതോടൊപ്പം തന്നെ പ്രകൃതി ഭംഗിയും ചരിത്രവും കൂടെ അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നീ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. പിന്നീട് ഇത് ഒരുപാട് സിനിമകളിൽ ഈ ഒരു ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാം. പ്രത്യേകിച്ച് അൻവർ എന്ന് പറയുന്ന സിനിമകൾ, ഒരുപാട് തമിഴ് മലയാള സിനിമകളിലൊക്കെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അത്രത്തോളം ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഉള്ള പ്ലേസുമാണിത്. അപ്പോൾ നിങ്ങൾ ഇവിടെ കണ്ണൂർ എന്തെങ്കിലും വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ് സെൻറ്റ് ആഞ്ചലോസ് ഫോർട്ട്. ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ വിക്കിപീഡിയയിലും നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസൊക്കെ കിട്ടും. നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ ഇന്ന സ്ഥലങ്ങൾ പോയി എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അടയാളപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യുന്നത്. ഇതൊരു ചരിത്ര വീഡിയോ ഉള്ള ഡോക്യുമെൻ്ററി വീഡിയോ ഒന്നുമല്ല, ഇതൊരു ബ്ലോഗാണ്. അപ്പോൾ വളരെ പരിമിതമായ ഇൻഫർമേഷൻസ് മാത്രമാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിൻ്റെ കൂടുതൽ ഇത് കാണുമ്പോഴൊക്കെ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കണമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ റിസർച്ച് ചെയ്യുക, പഠിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി. വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. അതിലേക്കും ബൈ ബൈ, താങ്ക് യു.